ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് സിനിമചനം. പുതിയ വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അയ്യോ പണ്ടാരം ഈ സാധനം, അതായത് ഇതില്ലേ, ഇതാരോട് മര്യാദക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗെയ്സ്. ഇത് ലൂസാണ് ഗെയ്സ്. അതായത് നമ്മളിപ്പോൾ പറയാൻ വേണ്ടി വന്ന കാര്യം എന്ന് വെച്ചാൽ, അതായത് ഞാൻ ഇപ്പം എടുത്ത ഇൻട്രോ ഇല്ലേ, ആ ഇൻട്രോ ഞാൻ ഏകദേശം ഞാൻ ഉദ്ദേശിച്ച അത്ര വന്നില്ല. അതായത് നമ്മൾ 3 വീഡിയോയുടെ ഒരുമിച്ചൊരു വീഡിയോ എടുക്കുക എന്ന് വെച്ചാൽ നടന്ന ഇതിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇടാതെ പോയാൽ എൻ്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലാവുമെന്ന് ഉൾക്കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ കാലിൻ്റെ അവസ്ഥ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്കിൽ ഫസ്റ്റ് ഔട്ടേജ് നിങ്ങളതാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിൽ നിന്നും വാർക്കുമ്പോൾ നിന്നിട്ട് ആരെ ബുദ്ധിമുട്ടിപ്പിക്കാന്ന് ഇവിടെ നിന്ന് ഇൻട്രോ കൊടുത്തേ. സോ നിങ്ങളത് പോയി കണ്ടിട്ടോ. ആരത് നോക്ക, കയ്യാണിക്ക് കാണിക്ക് അതാവോ. ഇന്ന് നമ്മളിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണിച്ച് ഇങ്ങനെ നേരക്ക് കാലം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഹിസ്റ്ററി ഉണ്ട് ഗെയ്സ്. യെസ് ഗെയ്സ്, ഞാൻ ഒരു മാസത്തോളം ഞാൻ ഇപ്പോൾ വീട്ടിൽ കിടന്നിട്ട് വീട്ടിൽ കിടക്കണ്ടായി. അല്ല മേ അല്ല ആന്നറ പോട്ടെ. യെസ് ഗെയ്സ്, നമ്മൾ ഒരു മാസത്തോളമായി നമ്മൾ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നു. അതായത് അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ചെരുപ്പിൻ്റെ അവസ്ഥയിൽ ഇനിയിപ്പോൾ എൻ്റെ ഒരു ബാഗ് ഉണ്ട്, അതിപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഇനിയിപ്പോൾ ബാഗ് എടുത്ത് അത് കൊണ്ടുപോയി തയ്ക്കാൻ കൊടുക്കണം. എൻ്റെ ബാഗിൻ്റെ അവസ്ഥ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. യെസ് ഗെയ്സ്, ഇതാണ് എൻ്റെ ബാഗ്. അടിക്കി കൈയൊക്കെ അടിക്കി, കൈയൊക്കെ പറഞ്ഞു ഗെയ്സ്. ഇതാണ് എൻ്റെ ബാഗ് ഗെയ്സ്. ഇതിൻ്റെ ഇത്ര ഭാഗം പോയി. പിന്നതേ ഇതൊന്ന് തയ്ക്കാൻ കൊടുക്കണം. എന്നിട്ട് വേണം മറ്റന്നാളൊരു കോളേജിൽ പോകാൻ. നാളെ ഞാൻ കോളേജിൽ പോകலாம். ഇന്ന് കാലിൻ്റെ ഇവിടെ നിന്നിട്ട് എന്നിട്ട് ചോര വന്നു ഗീസ്. ചോര എന്താ നിങ്ങൾ പറഞ്ഞ ബോറപ്പിക്കണം, വേറെ കത്ത് കിട്ടും. യെസ് ഗീസ്, നിങ്ങൾ കേട്ടത് ഭയങ്കര കറക്റ്റാട്ടോ. അതായത് നമ്മൾ 1.5 ആഴ്ചത്തോളമായി നമ്മൾ വീട്ടിൽ തന്നെ കുത്തിയിരിപ്പ്. ആ ഒരവസ്ഥ ഞാൻ പറയണ്ട. ശരിക്കും ഇപ്പം ഇന്നലെ ഈ അടുത്തും 8 ദിവസം മുമ്പൊക്കെ ഇട്ട വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ഞാൻ അങ്ങനെ ഇടാറ്. ശരിക്കും നമ്മൾ എല്ലാം വെൽ പ്ലാനഡായി ചിന്തിച്ചിട്ടാണ് വീഡിയോ സെറ്റാക്കണേ. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ 1.5 ആഴ്ചത്തോളം ഞാൻ ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടി. അതായത് എന്തെങ്കിലും നമ്മുടെ വ്ളോഗിൽ എന്തെങ്കിലുമായിട്ട് ഒരു വെറൈറ്റി കണ്ടൻ്റല്ല, വെറൈറ്റി ആയിട്ട് നമ്മുടെ വ്ളോഗിൽ ആഡാക്കാൻ. അങ്ങനെ ഞാൻ ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് കൂട്ടി. ഇന്ന് വരുന്ന വ്ളോഗിൽ ഉൾപ്പെടെ ഇനിയും തുടരുന്ന മൊത്തം വ്ളോഗിൽ നമ്മൾ വെറൈറ്റീസ് ഐറ്റംസ് ആയിരിക്കും ഇറക്കണം കേസ്. പിന്നെ ഇപ്പം നിങ്ങൾ കേൾക്കാൻ വന്ന കാര്യം ഞാൻ ഇപ്പോൾ പറയാം. അതായത് ഈ 1.5 ആഴ്ചത്തോളം വീട്ടിൽ തന്നെയായിരുന്നെന്ന് പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ പ്രാന്തായി പോകും. സത്യം പറയാമല്ലോ, പ്രാന്തെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രാന്തായി പോകും. ഒന്നും പറയണ്ട കേസ്, ഞാൻ ആകെ പ്രാന്തായിരിക്കും. ഇനിയിപ്പോൾ നാളെ പരീക്ഷയാണ്, മോഡൽ എക്സാം. അതിന് ക്ലാസ്സിൽ പോകണം. അതായത് എൻ്റെ കാല് ജസ്റ്റ് വണ്ടിമേന്ന് പറഞ്ഞ് ജസ്റ്റ് നൊരഞ്ഞ്, നമ്മൾ തമ്മിൽ കണ്ടില്ല, അത് തന്നെ ഒരഞ്ഞ് കൈയും മുട്ടി. ഇപ്പോൾ കൈ ഏകദേശം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാല് ഇനി കുറച്ചും കൂടി സെറ്റാക്കണം. നടക്കാൻ ഇപ്പം മുകളിലേക്ക് അടിയിൽ നിന്ന് വീഡിയോ എടുക്കാനാണ് വിചാരിച്ച. അപ്പോൾ ഇപ്പം മുകളിലേക്ക് കയറാൻ വേണ്ടി വന്നപ്പോൾ കയറാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ച് കയറിയാണ് ഇപ്പം ഇങ്ങനെ കയറി വന്ന് വെളിച്ചുള്ളത് കൊണ്ട് ഇവിടെ മുകളിൽ ഇപ്പോൾ നല്ല കണ്ടോ
നല്ല ക്ലൈമറ്റ് അല്ലേ. ഇത് എൻ്റെ ഓലയാട്ടോ, എൻ്റെ തേങ്ങയാട്ടോ, എൻ്റെ തെങ്ങാട്ടോ. ഞാൻ സ്വന്തം നട്ട് വളർത്തിയതിൻ്റെ ചെറുപ്പത്തിലത്തെ തെങ്ങാണ് ഗീസ്. അതല്ല ആ ദിശ വീട്. അപ്പോൾ ഇതാണ് അവസ്ഥ. 1.5 ആഴ്ച, അതായത് ഞാൻ വർക്കിന് ഒന്നിനും പോയിട്ടില്ല. ക്ലാസ്സിലൊക്കെ എൻ്റെ അറ്റൻഡൻസ് മൊത്തം പോയി. അപ്പോൾ ടീച്ചറോട് ചോദിച്ചപ്പോൾ അറ്റൻഡൻസ് കിട്ടണമെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കാണിച്ചെങ്കിൽ ചിലപ്പോൾ കിട്ടും, ഉറപ്പില്ല എന്നാണ് പറഞ്ഞത്. അത് തൊട്ട് എന്തായാലും ഒരാഴ്ചത്തെ അറ്റൻഡൻസ് മൊത്തം പോയി. സോ ഇനിയിപ്പോൾ ഇത് കഴിയണമെങ്കിൽ ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചാൽ നിങ്ങളെ അറപ്പിക്കല്ല. ഇത് മൊത്തം പോയി കഴിയണമെങ്കിൽ ഇനിയിപ്പോൾ 1.5 ആഴ്ച കൂടി പിടിക്കും, എന്നാലും ഇത് മൊത്തം ഭേദമാവുള്ളൂ. ഡോക്ടർ പറഞ്ഞു അധികം പൊടിയൊന്നും ആക്കാതെ സൂക്ഷിച്ച് ഇരിക്കാനാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ക്ലാസ്സിൽ പോകുന്നതല്ലേ നിങ്ങൾ കണ്ടിട്ടൊന്ന്. നമുക്ക് നടക്കുന്ന നേരം എക്സാം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് പോകില്ലായിരുന്നു. സോ ബാക്കിയുള്ള ഷോർട്ട് കണ്ടിട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇന്ന് ഞാൻ വീട്ടിലിരുന്നിട്ട് ഏകദേശം 1 വീക്ക് ആവുമ്പോഴും ഗൈസ്. അതൊക്കെ ഒരു അവസ്ഥയാണ്. 4 ആയൊരു 1 വീക്ക് ഞാൻ ഇപ്പോൾ വീട്ടിലിരുന്ന് പോയിട്ടല്ല. എൻ്റെ കയ്യിലെ അവസ്ഥ ഇതെന്താ കാലിൻ്റെ അവസ്ഥ. ഇതാണ് എന്താ ശിവാനന്ദ് എന്തെങ്കിലും പറഞ്ഞേ ഹലോ ഹലോ ഗൈസ്. നമ്മുടെ 2 വർഷത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്താ പറയുക? നല്ല സെറ്റപ്പാണ്. ക്ലാസ് നന്നായതുകൊണ്ട് എല്ലാം സെറ്റായി. നമുക്ക് സെറ്റായില്ല, നമ്മളിങ്ങനെ ഇരിക്കണം. നമ്മൾ വാഴ പെരുമഴ അതല്ല നമ്മൾ സിഗ്മയായിട്ട്. ഞാൻ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് പറയുന്നത്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കോളേജിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു മുണ്ടിട്ട് ആദ്യമായി പോകുന്ന ഒരു മലയാളി പോലെ ഒരാശ്വാസത്തിൽ. അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഞാൻ മുമ്പിലാണ്. ബാക്കി ഞാൻ പിന്നെ എൻ്റെ മുൻ ഇത്ര വൈകി. ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ വന്നുള്ളൂ. ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി സാധനമൊക്കെ വാങ്ങിച്ചാൽ കാലം ഒന്നും കൂടി ഡ്രസ്സ് ചെയ്ത്, കാരണം എവിടെങ്ങാണ്ട് കാറ് കൊണ്ടുപോയി മുട്ടിയാറുണ്ട്. ചോര വന്നു ഗീസ്. ആരെ ബാക്കിൽ ആരുമില്ല. ഇന്ന് ക്ലാസ്സിലും പോയില്ല. ഇനിയിപ്പോൾ നാളെ താല്പര്യം ക്ലാസ്സിൽ പോകണം. സോ ബാഡ് ഗീസ്. ഇന്നത്തെ വീഡിയോ അവസാനിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പിടിച്ച് ഗീസ്. ബൈ.